ഒരു അടിപൊളി ചിക്കൻ സ്റ്റൂ ആണ് ഇന്നത്തെ റെസിപ്പി. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ഒരു കടായിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഞാനൊരു 2 ചെറിയ കഷ്ണം പട്ടയും ഒരു 6 ഗ്രാമ്പും അതുപോലെ തന്നെ 4 ഏലക്കായും ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, അതുപോലെ തന്നെ 6 or 7 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത്, കൂട്ടത്തിൽ കുറച്ച് പച്ചമുളക്, ഒരു 4 പച്ചമുളകും ചേർത്തിട്ട് നിങ്ങൾ മുളക് എരിവിനനുസരിച്ച് വേണം ചേർക്കാൻ. ചില മുളകുകൾക്ക് എരിവ് കൂടുതലുള്ളതുകൊണ്ട് നിങ്ങൾ മുളക് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ 4 പച്ചമുളക് എടുത്തിരിക്കുന്നത്, അധികം എരിവില്ലാത്ത പച്ചമുളക്, അതുകൊണ്ടാണ് ഞാൻ 4 എടുത്തത്. എന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1.5 സവോള, മീഡിയം സൈസുള്ള സവോള ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവോള നന്നായിട്ട് വഴന്നേരം കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുവാണ് അതിലേക്ക്. ഇതിനൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളർ ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഒത്തിരി വഴന്ന് വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴന്നാൽ മാത്രം മതി. ഉള്ളിയെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3/4 കിലോ ചിക്കനാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 3/4 കിലോ ചിക്കൻ കൂട്ടത്തിൽ ഒരു 3/4 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിതിനൊന്ന് വഴറ്റാൻ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 4-5 മിനിറ്റ് ഞാൻ ഇതിനൊന്ന് വഴറ്റിയിട്ടുണ്ട്, സവോളയിലെല്ലാം കൂടെ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള പൊട്ടറ്റോയും അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റും കൂടെ ചെറുതായി ഒരു 1 ഇഞ്ച് സ്ക്വയറിൽ കട്ട് ചെയ്തത് കൂടാതെ ചേർത്ത് ഒന്നും കൂടി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. കൂട്ടത്തിൽ കുറച്ച് കരിവേപ്പിലയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. ഇനി നമുക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാലിലെ 2ാം പാല് ഒരു 2 കപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഈ സമയത്തേക്ക് ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാല് ഏകദേശം 2 കപ്പ് ഞാൻ ഇതിലേക്ക് ചേർക്കുവാണ്. ഒപ്പം ഒരു ആവശ്യത്തിന് ഉപ്പ്, ഏകദേശം ഒരു 1/2 ടീസ്പൂണിൽ കൂടുതൽ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഉള്ളി വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്താണ്, അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ചിക്കനെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലുള്ള പൊട്ടറ്റോ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഉടച്ച് 1-2 പൊട്ടറ്റോ എടുത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ച് ചേർക്കാം അതിലേക്ക്. ഒന്നൊരു ഗ്രേവി ഇത്തിരി തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പൊട്ടിച്ച് വയ്ക്കുന്നത്. ഇതിലേക്ക് ഇനി കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 ടീസ്പൂണിൻ്റെ അളവിൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കൂടാതെ 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. എന്നതിന് ശേഷം 1 മിനിറ്റ് കൂടെ നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക്
നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ഒന്നാം പാല് 1 കപ്പ് കൂടി ചേർത്ത് ചെറിയുള്ളി താളിച്ച് വെച്ച് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ സ്റ്റൂ റെഡിയാണ്. ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളപ്പിക്കരുത്. തിളപ്പിച്ച് കഴിഞ്ഞാൽ കറിയുടെ ടെക്സ്ചർ മാറും. അതുകൊണ്ട് ഒന്നാം പാൽ ഒഴിക്കുന്ന സമയത്ത് തീ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച ഒന്നാം പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 കപ്പ് ഒന്നാം പാലാണ് ഞാൻ ഒഴിക്കുന്നത്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ തന്നെ ചെറിയുള്ളിയും കൂടി ഒന്ന് വറുത്ത് കോരി ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ സ്റ്റൂ റെഡിയായി. നമുക്കിതിലേക്ക് ഇനി നമുക്കിതിനെ ഒന്നിച്ച് മിക്സ് ചെയ്യാതെ നമുക്കൊരു 5 മിനിറ്റ് ഇതിനെ അടച്ച് വെച്ചതിന് ശേഷം നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്യണം. ചാനൽ എൻ്റെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോ കാണുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് അടുത്ത വീഡിയോ വരുന്നവർക്ക് എല്ലാവരും ടേക്ക് കെയർ. ബൈ.